ചൊക്രമുടി കയ്യേറ്റം ഒഴിപ്പിച്ച് പട്ടയങ്ങൾ റദ്ദു ചെയ്തെങ്കിലും പട്ടയ ഉടമകൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന കേസിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് ചൊക്രമുടി സംരക്ഷണ സമിതി. റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തി പട്ടയങ്ങൾ റദ്ദു ചെയ്തിട്ടും ഇത് സംബന്ധിച്ച രേഖകൾ ഗവൺമെന്റ് പ്ലീഡർ കോടതിയിൽ ഹാജരാക്കുന്നില്ലെന്നും കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. വിഷയത്തെ നിയമപരമായി തന്നെ നേരിടുവാനാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ തീരുമാനം. ഏറെ വിവാദങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ചൊക്രമുടിയിലെ കയ്യേറ്റം കണ്ടെത്തുകയും പിന്നീട് വ്യാജമായി നിർമ്മിച്ച പട്ടയങ്ങൾ റദ്ദു ചെയ്യുകയും ചെയ്തത്. എന്നാൽ പട്ടയം റദ്ദു ചെയ്തതിന് പിന്നാലെ ഇവിടെ ഭൂമി വാങ്ങിയവർ ഹൈക്കോടതിയെ സമീപിക്കുകയും പട്ടയം റദ്ദു ചെയ്ത നടപടി പിൻവലിക്കണമെന്നും തങ്ങളുടെ ഭൂമിയും അവകാശവും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. കൃത്യമായി നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയങ്ങൾ റദ്ദു ചെയ്തതും വ്യാജ പട്ടയങ്ങൾ നിർമ്മിക്കാനടക്കം കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളും സ്വീകരിച്ചത്. എന്നാൽ കേസ് കോടതിയിലെത്തി നിൽക്കുമ്പോൾ ഗവൺമെന്റ് പ്ലീഡർ അടക്കം കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതെന്നും വ്യക്തമായ രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാകുന്നില്ലെന്നും ചൊക്രമുടി സംരക്ഷണ സമിതി ആരോപിച്ചു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും റവന്യൂ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് പ്ലീഡറും സത്യവാങ്മൂലം കൊടുക്കുവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് നാളെ ഇതുവരെയായിട്ടും സത്യവാങ്മൂലം കൊടുക്കാൻ ഗവൺമെൻറ് പ്ലീഡർക്കോ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കോ കഴിയാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ റവന്യൂ ഭൂമി കൈയേറി ചൊക്രമുടി ഭൂമിയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച ആളുകൾക്ക് അനുകൂലമായ രീതിയിൽ വിധി വരുവാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ പ്ലീഡറോ നമുക്ക് അനുകൂലമായ രീതിയിൽ റവന്യൂ വകുപ്പിൻ്റെ സ്ഥലമാണെന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് പട്ടയം ക്യാൻസൽ ചെയ്യുകയും അത് കയ്യേറ്റത്തിന് കൂട്ടുനിന്ന വില്ലേജ് ഓഫീസർ അടക്കമുള്ള റവന്യൂ നമ്മുടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെ അന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായത്. അതേസമയം തങ്ങൾ ആരാധിക്കുന്ന ചൊക്രമുടിയിലേക്ക് ഇനി ഒരാളെയും കടത്തില്ലെന്ന നിലപാടിലാണ് ആദിവാസി സമൂഹം. അതുകൊണ്ട് തന്നെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഇവർ ഇവിടെ ചൊക്രമുടിക്ക് കാവൽ നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ആദിവാസികൾ മധുര മീനാക്ഷി മലയുടെ വിശ്വാസത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഏത് കയ്യേറ്റക്കാരനും ഞങ്ങൾ ശക്തമായി എതിർക്കും. രാത്രിയും പകലും ഞങ്ങളിവിടെ എന്നും കാവലുണ്ട്. റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്ത് ഇവിടെ ഗേറ്റ് സ്ഥാപിച്ച് സീൽ ചെയ്തു പോയതിനു ശേഷവും വീണ്ടും ഇവിടെ കയ്യേറ്റക്കാർ കടന്നുകയറാൻ ശ്രമം നടത്തിയിരുന്നു. ഇത്തരം ശ്രമങ്ങളെല്ലാം നടത്തുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഒത്താശയോടെയാണെന്നും നിയമ പോരാട്ടവും ആവശ്യമെങ്കിൽ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ചൊക്രമുടി സംരക്ഷണ സമിതി വ്യക്തമാക്കി. സിറ്റി വിഷൻ, ബൈസൺ വാലി.